നമസ്കാരം, ഞാൻ ബൈജു എന്നാർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെയാണ് നിങ്ങൾ ഈ കേൾക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമുക്ക് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം. പലരും വിളിച്ചു ചോദിക്കുന്ന ഒരു സംശയമാണ്, യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിൽ പുതിയ വ്യാപാര ഉടമ്പടി വരുന്നു, അപ്പോൾ വാഹനങ്ങളുടെ വില കുറയും അല്ലേ എന്നുള്ള കാര്യം. അങ്ങനെ ചോദിക്കാൻ കാരണം യൂറോപ്യൻ വാഹന നിർമ്മാതാക്കൾ ധാരാളം ഇന്ത്യയിലുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഒരു ഇടത്തരക്കാരനിലേക്ക് എത്തുമ്പോൾ സ്കോഡയും ഫോക്സ് വാഗണും ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ഓഡിയുണ്ട്, അതുപോലെ ബെൻസുണ്ട്, പോർഷയുണ്ട്. അങ്ങനെ നിരവധി വാഹന നിർമ്മാതാക്കളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണക്കാർ പോലും കൈലാക്ക് പോലുള്ള വാഹനങ്ങളൊക്കെ വാങ്ങിച്ചു തുടങ്ങിയതുകൊണ്ട് തന്നെ ഈ ഒരു വ്യാപാര ഉടമ്പടി എത്രത്തോളം സാധാരണക്കാരന് പ്രയോജനപ്പെടുമെന്നുള്ളതാണ് എല്ലാവരും വിളിച്ച് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പുതിയ വ്യാപാര ഉടമ്പടിയിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നതിന് മുമ്പ് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് എന്താണ് എന്ന് നോക്കാം. അങ്ങനെ നോക്കുമ്പോൾ പ്രധാനമായിട്ടും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ $40,000 താഴെ വിലയുള്ള വാഹനങ്ങൾ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ 70% അതിൻ്റെ ഇറക്കുമതി ചുങ്കം എന്ന് വിളിക്കുന്നത്, അതായത് ഇമ്പോർട്ട് ടാക്സ് എന്ന് വിളിക്കുന്ന സംഭവം. എന്നാൽ $40,000 മുകളിലേക്ക് വില പോവുകയാണെങ്കിൽ അത് 110% മാറും. അതുകൊണ്ടാണ് വിദേശത്തൊന്നും അത്ര ഭയങ്കരമായ വിലയൊന്നും ഇല്ലാത്ത ഗോൾഫിൻ്റെ GT, അതുപോലെ തന്നെ ഏറ്റവും പുതിയ ഇപ്പോൾ അടുത്ത കാലത്ത് കുറച്ച് യൂണിറ്റുകൾ മാത്രം കൊണ്ടുവന്ന സ്കോഡ ഒക്ടേവിയ RS തുടങ്ങിയ വാഹനങ്ങൾക്കൊക്കെ ഇവിടെ 50-60 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വില വരുന്നത്. ഈ 110% അല്ലെങ്കിൽ 70% ഒക്കെ ടാക്സ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിലാണ് ഇപ്പോൾ വലിയൊരു ഇടിവ് സംഭവിക്കാൻ പോകുന്നത്. എന്താണ് ആ ഇടിവ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു വ്യാപാര ഉടമ്പടി നിലവിൽ വരികയാണെങ്കിൽ പ്രധാനമായിട്ടും ഈ ഒരു ഇറക്കുമതി ചുങ്കം അല്ലെങ്കിൽ ഇമ്പോർട്ട് ടാക്സ് എന്ന് പറയുന്ന സംഭവം 30 മുതൽ 35% തുടക്കത്തിലേ കുറയും. പിന്നെ 5 വർഷം കൊണ്ട് അത് 10% മാറും. അപ്പോൾ ആലോചിച്ച് നോക്കുക, 110% നിന്നും വെറും 10% ഇറക്കുമതി ചുങ്കം കുറയാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ യൂറോപ്യൻ വാഹനങ്ങൾക്ക് വില കുറയുമല്ലോ സ്വാഭാവികമായിട്ടും. എന്നാൽ ഇതെല്ലാം പൂർണ്ണമായിട്ടും അവിടെ നിർമ്മിച്ച് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് മാത്രമുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ സ്കോഡ കൈലാക്കായാലും കുഷാക്കായാലും അല്ലെങ്കിൽ ഫോക്സ് വാഗണിൻ്റെ ഏതൊരു വാഹനമായാലും എല്ലാം തന്നെ ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ അസംബിൾ ചെയ്യുന്നത്. അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് ഇത് ബാധകമല്ല. മറ്റൊരു കാര്യം കൂടി ഈ ഒരു വ്യാപാര ഉടമ്പടിയിലുണ്ട്. അതായത് ഒരു വാഹന നിർമ്മാതാവിന് ഒരു വർഷം 2.5 ലക്ഷം വാഹനങ്ങളാണ് ഇറക്കുമതി ചെയ്യാവുന്നത്. ഈ പറഞ്ഞ ഇമ്പോർട്ട് ടാക്സ് വെച്ചിട്ട് അതിന് മുകളിലേക്ക് 2 ലക്ഷത്തിന് മുകളിലേക്ക് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ വീണ്ടും ടാക്സ് പഴയ പോലെ 110% മാറും എന്നും ഈ ഒരു ഉടമ്പടിയിൽ പറയുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ അസംബിൾ ചെയ്യുന്ന വാഹനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവും, വിലയിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല. അതിനെല്ലാം ഇപ്പോൾ ഉള്ള അതേ വിലയ്ക്ക് തന്നെ ആയിരിക്കും വിൽക്കാൻ പോവുക. മറ്റൊരു കാര്യം കൂടിയുണ്ട്, യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഡ്യൂട്ടി ഇളവ് 5 വർഷത്തിന് ശേഷമേ അനുവദിക്കുന്നുള്ളൂ. അതായത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ വാഹനങ്ങൾക്ക് CBO ആയിട്ട് വരുന്ന മറ്റു വാഹനങ്ങൾക്ക് തുടക്കത്തിലെ 30-35% ഇറക്കുമതി ടാക്സ് കുറയുമെങ്കിൽ യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 5 വർഷത്തിന് ശേഷമേ ഇതൊക്കെ നിലവിൽ വരികയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വളരെ ഹൈ എൻഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഇലക്ട്രിക് വാഹനം യൂറോപ്പിൽ നിന്ന് ഇറക്കുമതി ചെയ്താലും അതിന് 5 വർഷത്തേക്ക് ടാക്സിൽ യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല. അപ്പോൾ CBU അല്ലെങ്കിൽ പൂർണ്ണമായും നിർമ്മിച്ചിറക്കുമതി ചെയ്യുന്ന യൂറോപ്യൻ മോഡലുകൾ ഏതിനൊക്കെയാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര ഉടമ്പടിയുടെ പ്രയോജനം കിട്ടുക എന്നാണ് നമുക്കിനി നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബെൻസിൻ്റെ കാര്യം ആദ്യം നോക്കാം. ബെൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ GT, C63, GLC, GLE എന്നിവയുടെ AMG മോഡലുകൾക്കും മൈബാക്കിൻ്റെ S680, CLE, CL എന്നിവയ്ക്കും വില കുറയും. ഇവയെല്ലാം ബെൻസിൻ്റെ ഏറ്റവും വില കൂടിയ മോഡലുകളാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന A ക്ലാസ്, C ക്ലാസ്, E ക്ലാസ് അല്ലെങ്കിൽ S ക്ലാസ് അങ്ങനെയുള്ള മോഡലുകൾക്കും, അതുപോലെ C43 AMG, GLA, GLC, GLE, GLS ഇലക്ട്രിക് മോഡലുകൾ ഇങ്ങനെയുള്ളവയ്ക്കൊന്നും യാതൊരു തരത്തിലുള്ള ഇളവുകളും ബാധകമല്ല. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു GLA വരെയൊക്കെ എത്താം, എങ്ങനെയെങ്കിലുമൊക്കെ അരിഷ്ടിച്ചൊക്കെ എത്താം എന്ന് വിചാരിച്ചാൽ പോലും അതിനൊന്നും യാതൊരു ഇളവും ലഭിക്കുകയില്ല. അതിന് കാരണം ഞാൻ ഈ അവസാനം പറഞ്ഞ മോഡലുകളെല്ലാം തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു അല്ലെങ്കിൽ അസംബിൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതൊന്നും ഇതിൻ്റെ കീഴിൽ വരില്ല. ഇനി BMW പോവുകയാണെങ്കിൽ M4, M5, M8, Z4 എന്നിവയ്ക്കാണ് വില കുറയാൻ പോകുന്നത്. മറ്റ് മോഡലുകൾക്കൊന്നും യാതൊരു കുറവുമില്ല. ഇതും BMW ഏറ്റവും വില കൂടിയ മോഡലുകളാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി ഓഡിയിലേക്ക് പോവുകയാണെങ്കിൽ ഓഡിയുടെ Q8, S5 സ്പോർട്ട് ബാക്ക് എന്നിങ്ങനെ 2 മോഡലുകൾക്കാണ് വില കുറയാൻ പോകുന്നത്. അത് രണ്ടും ഏറ്റവും വില കൂടിയ മോഡലുമാണ്. ഇനി ഒരു ചെറിയ സന്തോഷ വാർത്തയുണ്ട്. മമ്മൂക്കെ പോലുള്ളവർക്ക് സന്തോഷം തോന്നുന്ന കാര്യമാണ്. കാരണം ജാഗർ ലാൻഡ് റോവറിൻ്റെ ഡിഫൻഡർ, അതാണിപ്പം ഇന്ത്യയിൽ ഏറ്റവും ഒരു ട്രെൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സെലിബ്രിറ്റീസ് എല്ലാവരും വാങ്ങിക്കുന്നൊരു മോഡലാണ് ഡിഫൻഡർ. അതുപോലെ തന്നെ ഡിസ്കവറി, ഈ 2 വാഹനങ്ങൾക്ക് ഡിസ്കവറി സ്പോട്ട്, ഈ 2 വാഹനങ്ങൾക്കും വില കുറയും. കാരണം അത് രണ്ടും പൂർണ്ണമായിട്ടും ഇറക്കുമതി ചെയ്ത് വരുന്നതാണ്. എന്നാൽ റേഞ്ച് റോവർ സ്പോട്ടൊക്കെ പോലുള്ള വളരെ ഹിറ്റായിട്ടുള്ള മോഡലുണ്ടല്ലോ, അതിനൊന്നും വില കുറയില്ല. അപ്പോൾ ഡിഫൻഡറിനും ഡിസ്കവറി സ്പോട്ടിനുമാണ് വില കുറയാൻ പോകുന്നത്. ഇനി പോർഷയുടെ 911 കരേറ, 911 ടർബോ, പനമേര, മക്കാൻ പെട്രോള്, കെയിൻ പെട്രോള് എന്നിവയ്ക്ക് വില കുറയും. മക്കാൻ്റെയും കെയിൻ്റെയും ഇലക്ട്രിക് മോഡലുകൾക്ക് വില കുറയുകയുമില്ല.
ലംബോർഗിനിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ മോഡലുകൾക്കും വ്യാപാര ഉടമ്പടിയുടെ ഗുണമുണ്ടാകും. കാരണം അതൊന്നും തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നില്ല. ഫെരാരിയുടെ ഇലക്ട്രിക് എന്ന മോഡലിന് മാത്രം വില കുറയില്ല, ബാക്കി എല്ലാ മോഡലിനും വില കുറയും. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന സ്കോഡ, ഫോക്സ്വാഗൺ എന്നിവയുടെ ഒക്ടേവിയ RS, അതുപോലെ തന്നെ ഗോൾഫ് GT എന്നിങ്ങനെ 1-2 മോഡലുകൾക്ക് മാത്രമാണ് വില കുറയാൻ പോകുന്നത്. ബാക്കി എല്ലാത്തിനും ഇതേ വില തന്നെ ഉണ്ടാവും. മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഗോൾഫ് GT ആയാലും ഒക്ടേവിയ RS ആയാലും ഈ ഒരു ഇത്രയും വില കൂടുന്നതുകൊണ്ട് തന്നെ ആകെ 200 യൂണിറ്റൊക്കെയാണ് അവർ കൊണ്ടുവരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ 200 യൂണിറ്റ് കൊണ്ടുവരാനുള്ള പെർമിഷനെ ഇന്ത്യ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളൂ. പക്ഷേ 2.5 ലക്ഷം യൂണിറ്റ് വരെ കൊണ്ടുവരാമെന്നുള്ളപ്പോൾ വേണമെങ്കിൽ ഒക്ടേവിയ RSഉം അതുപോലെ തന്നെ ഗോൾഫ് GT ഒക്കെ നമുക്കിനി കുറച്ച് വില കുറച്ച് വാങ്ങിക്കാൻ സാധിക്കും. എന്ന് തന്നെ എല്ലാ ആവശ്യക്കാർക്ക് എല്ലാവർക്കും കിട്ടാവുന്ന ഒരു അവസ്ഥ വരികയും ചെയ്യും. അത് മാത്രമാണ് ഇതുകൊണ്ടുള്ള ആകെ ഒരു ഗുണം, ഒരു ഇടത്തരക്കാരിലേക്കോ അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റിലുള്ള ആൾക്കാരിലേക്ക് എത്തുമ്പോൾ. എന്ന് തന്നെയല്ല മറ്റൊരു കാര്യമുള്ളത്, 10 വർഷമെങ്കിലും എടുക്കും ഈ ഒരു വ്യാപാര ഉടമ്പടിയുടെ ഗുണം വില കൂടിയ വാഹനങ്ങൾക്ക് പോലും കിട്ടിത്തുടങ്ങാൻ. അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഏതായാലും അത് വായിച്ചും അത് കേട്ടും ഒന്നും ആരും വലിയ സ്വപ്നങ്ങളൊന്നും കാണണ്ട എന്നുള്ളതാണ് പറഞ്ഞു വന്നത്. എങ്കിൽ പോലും 10 വർഷം കഴിയുമ്പോഴും ഇവിടെ മനുഷ്യർ ജീവിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒരു ഗുണം കിട്ടും. CB ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടി ഇപ്പോൾ C4 പോലുള്ള വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല വിലക്കുറവിൽ ഒരു 10 വർഷത്തിനുള്ളിൽ വാങ്ങിക്കാൻ പറ്റും എന്നുള്ള മറ്റൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര ഉടമ്പടിയുടെ ഒരു ചെറിയ നട്ഷൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. അത് അയച്ചിരിക്കുന്നത് സതീഷ് സുരേന്ദ്രനാണ്, കൊല്ലത്തുനിന്നും. ഞാനിപ്പോൾ പഴയ റെനോ ഡസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. പുതിയ ഡസ്റ്റർ വാങ്ങണമെന്നുണ്ട്. പുതിയ ഡസ്റ്ററിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡ് വരുന്നുണ്ട് എന്നും കേട്ടു. ഡസ്റ്ററിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പറയാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ ഏറ്റവും മികച്ച ഒരു വാഹനം അല്ലെങ്കിൽ വളരെ സ്ട്രൈക്കിംഗ് ഒരു മോഡലായിട്ട് എനിക്ക് തോന്നിയത് റെനോ ഡസ്റ്ററാണ്. റെനോ ഡസ്റ്റർ ഇന്ത്യയിൽ ഒരു എന്താ പറയുക മിഡ് സൈസ് SUV വിപ്ലവത്തിന് തുടക്കം കുറിച്ച ഒരു കക്ഷിയാണ്. അതിനുശേഷമാണ് ഇന്ത്യയിൽ ഈ ഒരു ചെറിയ SUVകളുടെ ഒരു വിപ്ലവം തന്നെ ആരംഭിച്ചത്. അപ്പോൾ അതിനുശേഷം കുറേ കാലത്തിന് ശേഷം അതിൻ്റെ വിൽപ്പന അല്ലെങ്കിൽ നിർമ്മാണമൊക്കെ നിർത്തി. ആ നിർത്തുന്ന കാലമൊക്കെ ആയപ്പോൾ പോലും വേണ്ടത്ര ഫീച്ചേഴ്സ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് പറയാമായിരുന്നു. പക്ഷേ സസ്പെൻഷൻ്റെ കാര്യത്തിലായാലും എഞ്ചിൻ്റെ കാര്യത്തിലായാലും നിർമ്മാണ നിലവാരത്തിൻ്റെ കാര്യത്തിലായാലും ഡസ്റ്റർ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇപ്പോഴും അന്ന് വാങ്ങിച്ച ഡസ്റ്റർ ഉപയോഗിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ തന്നെ പുതിയ ഡസ്റ്റർ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്തായാലും ഇന്ത്യയിൽ വരാൻ പോകുന്ന പുതിയ ഡസ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കാണാൻ നല്ല ഭംഗിയാണെന്നുള്ളതാണ്. നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ ഇൻറ്റീരിയർ നല്ല ഭംഗിയാണ്, നല്ല എഞ്ചിനുമാണ്. അപ്പോൾ അതിൻ്റെ ഞാനിപ്പം 25 വർഷത്തോളമായിട്ട് നമ്മൾ ഈ ഓട്ടോമൊബൈൽ ജേർണലിസ്റ്റിലുണ്ടെങ്കിലും ഇത്രയും വലിയൊരു ലോഞ്ച് നമ്മൾ കണ്ടിട്ടില്ല. അതായത് ഒരു ലോഞ്ച് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഏതാണ്ട് 15,000 പേരാണ് ചെന്നൈയിലെ സ്റ്റേഡിയത്തിൽ ഇത് കാണാൻ വേണ്ടി എത്തിയത്. അങ്ങനെ ഒരു വമ്പൻ പരിപാടിയായിരുന്നു ഡസ്റ്ററിൻ്റെ ലോഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയധികം ഡസ്റ്റർ ഒരു വിജയമാകും ഒരു പ്രതീക്ഷ തന്നെയാണ് റെനോ ഇരിക്കുന്നത്. തന്നെയുമല്ല, അവരെ സംബന്ധിച്ചൊരു ഡൂ ഓർ ഡൈ സിറ്റുവേഷനാണ്. കാരണം ഡസ്റ്റർ വിജയിച്ചില്ലെങ്കിൽ റെനോയുടെ കാര്യം ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം അത്ര അധികം വിൽക്കപ്പെടുന്ന മോഡലുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അവർ വളരെ കാര്യമായ രീതിയിലാണ് നിർമ്മിച്ചത്. എന്ന് തന്നെയുമല്ല, അതിൻ്റെ ഒഫീഷ്യൽസുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് ഇന്ത്യക്ക് വേണ്ടി മാത്രം ധാരാളം മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. ഡസ്റ്റർ ഒരു ആഗോള മോഡലാണ്. പക്ഷേ യൂറോപ്പിലുള്ള ഡസ്റ്ററിന് പോലും ഇല്ലാത്ത പല കാര്യങ്ങളും ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഉദാഹരണമായിട്ട് സൺറൂഫ്. ഇന്ത്യയിലെ സൺറൂഫ് വളരെ മസ്റ്റാണ് കുടുംബങ്ങൾക്ക് എന്ന് മനസ്സിലാക്കി അത് കൊണ്ടുവന്നിട്ടുണ്ട്. അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്റ്റൈലിംഗ് ആണ്. അതായത് ബേസിക് സ്റ്റൈലിംഗ്. സൈഡിൽ നോക്കിയാൽ പഴയ ഡസ്റ്റർ പോലൊക്കെ തന്നെ ഇരിക്കുമെങ്കിലും മുൻഭാഗവും പിൻഭാഗമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇൻറ്റീരിയർ തകർപ്പനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് വലിയൊരു വിജയമായി മാറുന്നുള്ളതാണ്. തന്നെയല്ല, അതിൻ്റെ എഞ്ചിനെന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു നല്ല പെട്രോൾ എഞ്ചിനാണ്, ടർബോ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫീച്ചേഴ്സ് ഇല്ലാതെ ഒരു വാഹനത്തിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് വന്നു എന്നുള്ള കാര്യമാണ്. അതായത് 10.1 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീനുണ്ട്, 10.25 ഇഞ്ചിൻ്റെ ഡ്രൈവർ ഡിസ്പ്ലേ വലിയ സ്ക്രീനുണ്ട്, അതുപോലെ തന്നെ വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, പനോരമിക് സൺറൂഫ്, വയർലെസ് ചാർജർ, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോള്, 6-വേ പവേർഡ് ആൻഡ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ, 6 എയർ ബാഗുകൾ, 360-ഡിഗ്രി ക്യാമറ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ്, ഇതെല്ലാമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും അധികം വിൽക്കപ്പെടുന്ന കിയയുടെ അല്ലെങ്കിൽ ഹ്യുണ്ടായുടെ ഒക്കെ വാഹനങ്ങൾ അത് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണല്ലോ പിടിച്ചിരിക്കുന്നത്. അവരെയൊക്കെ തോപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ അടിപൊളി എഞ്ചിനാണെന്ന് ഞാൻ പറഞ്ഞില്ല. അതിൽ 1.3 ലിറ്റർ 163 VSP ഒരു ടർബോ പെട്രോൾ എഞ്ചിനാണ് തുടക്കത്തിൽ വരിക. തൊട്ട് പിന്നാലെ ഒരു 1 ലിറ്റർ 100 VSP ടർബോ പെട്രോൾ എഞ്ചിൻ കൂടി വരുമെന്ന് കേൾക്കുന്നു. അത് കൈഗർ എന്ന് പറയുന്ന അല്പം കൂടി ചെറിയ SUV-യിലുള്ള അതേ എഞ്ചിനാണ്. അതെന്തിനാണ് കൊണ്ടുവന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം അതിനേക്കാളൊക്കെ വലിയൊരു വാഹനമാണ്. അത്ര പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വലിയൊരു കോംപ്രമൈസ് വേണ്ടി വരും. 1 ലിറ്റർ എഞ്ചിൻ വരികയാണ്. പക്ഷേ അത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. നവംബറിൽ ദീപാവലി സമയത്ത് 1.8 ലിറ്റർ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് ഒരു മോഡൽ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അനൗദ്യോഗികമായിട്ട് ഞാൻ അറിഞ്ഞത് ഏതാണ്ട് 60-70 കിലോമീറ്റർ ഫുൾ EV-യിൽ ഓടുന്ന, അതായത് മോട്ടറിൽ ഓടുന്ന ഒരു വാഹനമായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സിറ്റിയിലൊക്കെ ഓടുകയാണെങ്കിൽ ഫുൾ EV-യിൽ ഓടും. അപ്പോൾ എത്രത്തോളം ഉണ്ടാവും അതിൻ്റെ ഒരു റേഞ്ച് അല്ലെങ്കിൽ മൈലേജ് എന്ന് മനസ്സിലാക്കുക.
ഇത് 160 BSP ആണ്. ഈ പറഞ്ഞ 1.8 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ആണ്. അത് 1.8 ലിറ്ററാണ്, 160 BSP ആണ്. അതുപോലെ തന്നെ എഞ്ചിനോടൊപ്പം ഒരു 1.4 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കും മോട്ടറൊക്കെ ചേർന്ന ഒരു സംഭവമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് അതിനുവേണ്ടിയാണ് പലരും കാത്തിരിക്കുന്നത്. അപ്പം പിന്നെ ഒരു കാര്യമില്ല, പണ്ട് ഓർമ്മയുണ്ടല്ലോ AMT ഗിയർ ബോക്സ് ആയിരുന്നു ഇതിൻ്റെ ഓട്ടോമാറ്റിക് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ അതൊന്നുമല്ല, ഒരു 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് പിന്നെ മാനുവൽ ഗിയർ ബോക്സാണ് ഉണ്ടാവുക. അപ്പം ഇനി AMT ഉണ്ടാകുമോ എന്ന് നമ്മൾ വെറുതെ എൻ്റെ ഒഫീഷ്യൽ സായിപ്പിനോട് നെവർ അപ്പോൾ ഇനി ഒരിക്കലും എന്തായാലും അതിൽ AMT വരാനുള്ള സാധ്യതയില്ല. ഇനി നമ്മളെല്ലാം കാത്തിരിക്കുന്ന വിലയുടെ കാര്യത്തിലാണ്. വില എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെയൊക്കെ അന്ന് അവർ ചോദിച്ചു നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന വില എത്രയാണ്. അപ്പം ഞാൻ പറഞ്ഞു 9.99 ആരംഭിക്കുന്നു, ഒരു 18 അവസാനിക്കുന്നു എന്ന്. അപ്പോൾ പുള്ളി നല്ല വെള്ളമൊക്കെ നിന്നു സായിപ്പ്. അപ്പം എനിക്ക് തോന്നുന്നത് മിക്കവാറും ഏതാണ്ട് ആ വിലക്കൊക്കെ വിൽക്കേണ്ടി വരും. കാരണം വെച്ചാൽ വില കൂട്ടി വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ടുള്ള കോമ്പറ്റീഷൻ വളരെ ശക്തമായി പോകും, അത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പം ഒരു 10 to 20 lakhs വരെ നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു. കാരണം സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് കുറച്ച് ഒരു കോസ്റ്റ്ലി ടെക്നോളജി ആയതുകൊണ്ട് അതിൻ്റെ ഒരു വില കൂടുതൽ എന്തായാലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും ഒരു തുടക്കം ഒരു 10 lakhsലാണെങ്കിൽ സംഭവം വലിയ വിജയമായിട്ട് മാറും. 20 lakhs സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് അത് ആവശ്യമുള്ളവരൊക്കെ എടുക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു മോശമാകാൻ സാധ്യതയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പുതിയ റെനോ ഡസ്റ്ററിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത മാസം മിക്കവാറും അതിൻ്റെ ഒരു മീഡിയ ഡ്രൈവ് ഒക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ വിശദമായ ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ചോദ്യം അയച്ചിരിക്കുന്നത് സാം മാത്യു കൂട്ടിക്കലിൽ നിന്നും. മഹീന്ദ്ര സ്റ്റാർ റോക്സിൻ്റെ സ്റ്റാർ എഡിഷൻ വിപണിയിൽ എത്തിയതായി അറിഞ്ഞു. ഞാൻ റോക്സ് വാങ്ങാനിരിക്കുകയാണ്. അപ്പോൾ ഫുൾ ബ്ലാക്ക് ഇൻറ്റീരിയറാണ് സ്റ്റാർ എഡിഷനിൽ എന്നാണ് കേട്ടത്. അതാണ് എന്നെ ആകർഷിച്ചത്. എന്തൊക്കെയാണ് സ്റ്റാർ എഡിഷൻ്റെ കുറവുകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് കുറവെന്ന് ചോദിച്ചാൽ 2 കുറവ്. 1, അഡാസിൻ്റെ ഫീച്ചേഴ്സ് ഇല്ല. 2, 4x4 ഇല്ല. ഈ 2 കാര്യങ്ങളും വേണ്ട എന്ന് വിചാരിക്കുന്ന, എന്നാൽ ടോപ്പ് എൻഡ് വേണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് സ്റ്റാർ എഡിഷൻ. സത്യം പറഞ്ഞാൽ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സിൽ 1-2 ഫീച്ചേഴ്സ് ഇന്ത്യക്ക് വലിയ ഗുണമുള്ളതാണെങ്കിലും മറ്റൊന്നും അത്ര വലിയ ഗുണമുള്ളതല്ല. ഇന്ത്യക്ക് പറ്റുന്ന ഒരു സാധനമല്ല അഡാസിൻ്റെ പല ഫീച്ചേഴ്സും. എമർജൻസി ബ്രേക്കിംഗ്, അതുപോലെ ലൈൻ ചേഞ്ച് അലേർട്ട്. ഇവിടെ ലൈൻ ഉള്ളത്, എന്നിട്ടല്ലേ അലേർട്ട് വരേണ്ടത്. എമർജൻസി ബ്രേക്കിംഗ് എനിക്ക് പലപ്പോഴും വളരെ പ്രശ്നമുള്ളൊരു കാര്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. അപ്പം അത് രണ്ടും ഇല്ലെങ്കിലും വലിയ കുഴപ്പമില്ല. എന്നാൽ ബാക്കി എല്ലാ ഫീച്ചേഴ്സും വേണം എന്ന് കരുതുന്നവർക്ക് വേണ്ടിയാണ് അല്പം വില കുറച്ച് സ്റ്റാർ എഡിഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് 3 വേരിയൻ്റാണ് ഉള്ളത്. 1 പെട്രോൾ ഓട്ടോമാറ്റിക്, അതിന് 17.85 lakhs ആണ്. പിന്നെ ഡീസൽ മാനുവൽ, അതിന് 16.85 lakhs. പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് 18.35 lakhs. ഇത്രയാണ് അതിൻ്റെ 3 വേരിയൻസിൻ്റെ വില. അതിൻ്റെ എക്സ്ഷോറൂം വിലയാണ്. എല്ലാം റിയർ വീൽ ഡ്രൈവ് മോഡലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫോർ വീൽ ഡ്രൈവ് അതിനില്ല. ഇനി എന്തൊക്കെയാണ് മറ്റ് പ്രത്യേകതകൾ എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഗ്രില്ലിൽ അലോയ് വീലിനും ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തത് എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ്. കാരണം എനിക്ക് ഇപ്പം നമ്മൾ കണ്ടുവരുന്ന റോക്സിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ബോഡി കളർ തന്നെയാണ് ഗ്രില്ല് കൊടുത്തത്. എനിക്കത് ഇഷ്ടപ്പെട്ടേ ഇല്ല കേട്ടോ. അത് ഞാൻ ആ വീഡിയോ പറയുകയും ചെയ്തു. അതിന് പകരം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തു എന്നുള്ള ഗംഭീര സംഭവമാണ്. പിന്നെ ഉള്ളത് അലോയ് വീൽ ഡിസൈനും ഈ ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പഴയ റോക്സിന്, എക്സിസ്റ്റിംഗ് റോക്സിന് അത് സിൽവർ ഫിനിഷാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതും ഫുൾ ബ്ലാക്ക് ഫിനിഷായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ 4 നിറങ്ങളാണ് ഈ സ്റ്റാർ റോക്സിനുള്ളത്. അത് യെല്ലോ, റെഡ്, വൈറ്റ്, ബ്ലാക്ക്. ആ യെല്ലോ ഒരു കിടുന്ന സാധനമാണ്. ആ യെല്ലോയിൽ ഈ ഗ്രില്ലിൻ്റെ ബ്ലാക്ക് ഫിനിഷൊക്കെ വന്നപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ട്, നല്ല ഗംഭീരമായിട്ടുണ്ട്. പിന്നെ സി പില്ലറിൽ സ്റ്റാർ എഡിഷൻ്റെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ ബീജ് നിറമല്ല എന്നുള്ളത് പലരെയും സന്തോഷിപ്പിക്കും. കാരണം വെച്ചാൽ നമ്മൾ ആദ്യമായിട്ട് റോക്സ് കണ്ട് തുറന്നപ്പോൾ തന്നെ അയ്യോ ഏകദേശം വെള്ള നിറമാണല്ലോ, മുഴുവൻ ചെളിയാകുമല്ലോ എന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഫുൾ ബ്ലാക്ക് ഫിനിഷ്, ഫുൾ ബ്ലാക്ക് ലെതററ്റ് സീറ്റും ഒക്കെ ആയിട്ട് തകർപ്പനായിട്ടാണ് ഇൻറ്റീരിയർ കൊടുത്തിരിക്കുന്നത്. ആദ്യം ഇറക്കിയ പോരാണെന്ന് ചോദ്യം നമുക്ക് തോന്നുകയും ചെയ്യും. അപ്പം ഞാൻ പറയല്ലോ, ടോപ്പ് എൻഡ് മോഡലായ AX7 ഈ സ്റ്റാറിൻ്റെ നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഉദാഹരണമായിട്ട് LED ലൈറ്റിങ്, 10.25 ഇഞ്ചിൻ്റെ 2 സ്ക്രീനുകൾ, ഉള്ളിൽ വെന്റിലേറ്റഡ് സീറ്റുകൾ, 360-degree ക്യാമറ, വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, പനോരമിക് സൺറൂഫ്, 9 സ്പീക്കറിൻ്റെ ഹാമൻ ഗാർഡൻ മ്യൂസിക് സിസ്റ്റം, അതുപോലെ ടെറൈൻ മോഡുകൾ, 4 വീൽ ഡ്രൈവ് അല്ലെങ്കിൽ ടെറൈൻ മോഡുണ്ട്, അതുമെല്ലാം ഉണ്ട്. എഞ്ചിനിൽ മാറ്റില്ലെന്ന് അറിയില്ല, 2 ലിറ്റർ പെട്രോളും 2.2 ലിറ്റർ ഡീസലുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അഡാസ് ഫീച്ചേഴ്സും അതുപോലെ തന്നെ 4x4 വേണ്ട എന്നുണ്ടെങ്കിൽ പക്ഷേ റോക്സ് വേണം താനും, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് സ്റ്റാർ എഡിഷൻ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഡീലർഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ട്, നോക്കാം. അപ്പോൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ആഴ്ചയിലെ ഒരു കൗതുക വാർത്ത എന്താണെന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ കൗതുക വാർത്തയല്ല കേട്ടോ, കൗതുക വാർത്തയല്ല, പുതിയ ഒരു സംഭവം എന്നാണ് നമ്മൾ പറയേണ്ടത്. അതിൻ്റെ പേര് ബാസ് എന്നാണ്. ബാസ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന ബാസും ട്രബിളും നമ്മളെപ്പോഴും മ്യൂസിക് സിസ്റ്റത്തിലൊക്കെ മാറ്റുന്ന സാധനമാണ് ബാസ്. പക്ഷേ ഈ ബാസ് അതല്ല. ഈ ബാസ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് MG മോട്ടറാണ്. MG മോട്ടറിൻ്റെ വിൻസറിലാണ് അത് ആദ്യം വന്നതാണ് എൻ്റെ ഓർമ്മ. ബാറ്ററി ആസ് സർവീസ്, അതാണ് ബാസ് എന്നുള്ളതിന് പൂർണ്ണ രൂപം. BAAS എന്നാണ് അതിന് പറയുക, ഷോർട്ട് ഫോം എന്ന് പറയുന്നത്.
അപ്പം എന്താ സംഭവിച്ചാൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികളുടെ വില എന്ന് പറയുന്നത് വാഹന വിലയുടെ ഒരു 40% വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം ഇപ്പോൾ ഞാൻ ഈ ഇരിക്കുന്ന കോമറ്റിന് 10 ലക്ഷം രൂപ വിലയുണ്ടെങ്കിൽ മിനിമം 4 ലക്ഷം രൂപേൻ്റെ ബാറ്ററിക്ക് വിലയുണ്ട്. തന്നെയല്ല, നമുക്ക് ഏറ്റവും കൂടുതലൊരു ഒരു ഒരു പ്രശ്നം ഇലക്ട്രിക് വാഹനം വാങ്ങിക്കുന്ന ഒരു വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് തന്നെ ബാറ്ററിയുടെ ഒരു പ്രശ്നമാണ്. ബാറ്ററിയുടെ വാറൻറ്റി, ബാറ്ററിയുടെ ലൈഫ്, ഇത്തരം പല കാര്യങ്ങളും പേടിച്ചിട്ടാണ് പലരും ഇലക്ട്രിക് വാഹനങ്ങൾ എടുക്കാത്തത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് MG മോട്ടോർ ബാസ് എന്ന് പറയുന്ന സംഭവമായിട്ട് വന്നത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ബാറ്ററി വാങ്ങിക്കേണ്ട, നിങ്ങളുടെ വാഹനം വാങ്ങിക്കുമ്പോൾ നമുക്ക് ഉദാഹരണമായിട്ട് നമ്മുടെ ഈ പാവപ്പെട്ട കോമറ്റത്തിൻ്റെ എടുക്കാം. ഈ കോമറ്റിൻ്റെ കാര്യത്തിൽ ഇതിന് ഞാനിപ്പോൾ ഇരിക്കുന്ന ഇത് ടോപ്പ് എൻഡ് മോഡൽ ഒരു സ്പെഷ്യൽ എഡിഷനാണ്. 10,59,000 രൂപയാണ് ഇതിൻ്റെ വില. ഈ വാഹനം നമുക്ക് ബാറ്ററിയുടെ വില കുറച്ച് ഇങ്ങ് തരികയാണ് എന്ന് പറഞ്ഞാൽ, ഉദാഹരണം പറയുന്നത് ഒരു 6 ലക്ഷം രൂപ ഇത് കിട്ടത്തിരിക്കട്ടെ. അപ്പോൾ വീണ്ടും ഒരു 4 ലക്ഷം രൂപ ലാഭം കിട്ടി. ഈ 4.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ബാറ്ററിയുടെ വിലയായിട്ട് കണക്കാക്കും. എന്നിട്ട് ഈ ബാറ്ററി വാഹന ഉടമയ്ക്ക് റെൻറ്റിന് തരികയാണ്. എന്ന് പറഞ്ഞാൽ ബാറ്ററി നമ്മൾ സ്വന്തമല്ല, നമ്മൾ ഈ ബാറ്ററി റെൻറ്റിന് അങ്ങ് എടുക്കുകയാണ്. റെൻറ്റിന് എടുക്കുന്നത് ഇപ്പോൾ MG മോട്ടറിൻ്റെ വാഹനമാണ് കോമറ്റ് എങ്കിൽ പോലും തരുന്ന MG മോട്ടർ അല്ല കേട്ടോ, അത് ഔട്ട്സൈഡ് ഏജൻസി. എനിക്ക് തോന്നുന്നു ഈ ബജാജ് ഫിനാൻസ് ഒക്കെ പോലുള്ള കമ്പനികളാണെന്ന് തോന്നുന്നു അത് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ ഉണ്ടായിരുന്ന പോരാ, 4 ലക്ഷം രൂപ കുറച്ച് തന്നു, സന്തോഷമായിട്ട് വീട്ടിൽ പോയിരിക്കുന്നതായിരിക്കരുത്. നിങ്ങൾ ഓടിക്കുന്ന ഓരോ കിലോമീറ്ററും ഈ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ റെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ 2.5 രൂപയാണെന്നിരിക്കട്ടെ ഒരു കിലോമീറ്റർ, ഞാൻ പറയുകയാണ് ഉദാഹരണം. അപ്പോൾ 2.5 രൂപ വെച്ച് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓടി കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾ ഈ വാഹനത്തിൻ്റെ 4 ലക്ഷം രൂപയാണല്ലോ ബാറ്ററിയുടെ വില, 4 ലക്ഷം രൂപയ്ക്ക് തത്തുല്യമായ രീതിയിൽ ഓടി ഈ 2.5 രൂപ കിലോമീറ്റർ വെച്ച് അടച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാറ്ററി സ്വന്തമാകും. ഇതാണ് ഇതിൻ്റെ അതൊരു ബേസിക് സംഭവം. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ കണക്കിലത്രയും എടുക്കണമെന്നല്ലാത്തതുകൊണ്ട് കൂട്ടിയും കിഴിച്ചുമൊക്കെ നോക്കി എനിക്ക് അറിഞ്ഞുകൂടും അവസാനം ലാഭമാണോ നഷ്ടമാണോ വരുന്നത്. എൻ്റെ ഭാര്യ MSc മാസ് ആണെങ്കിൽ അവരോട് ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇരുന്നൊന്ന് കാര്യമായി പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായത് എത്രത്തോളം ലാഭമുണ്ടെന്നുള്ള കാര്യം. എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ ഇത് 10 വർഷം ഓടിച്ചുകൊണ്ടിരിക്കുക, 10 വർഷം കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു 4.5 ലക്ഷം രൂപയുടെ ബാറ്ററികളിലേക്ക് തത്തുല്യമായ ഓട്ടം ഓടുന്നതെങ്കിൽ ഈ ഇത്രയും കാലം നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കണം. എനിക്കൊന്ന് വളരെ പെട്ടെന്ന് ഓടി തീർക്കുന്നവർക്കാണ് ഇത് കുറച്ചുകൂടി ലാഭകരമെന്നാണ്. അത് നിങ്ങളൊന്ന് കണക്കാക്കി പറയുക. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ മാത്തമാറ്റീഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ CA-കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് പറയുക. എല്ലാവർക്കും ഒരു പ്രയോജനം ചെയ്യും, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. അപ്പോൾ ഇപ്പോൾ അത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് MG ആണെങ്കിലും അതിനുശേഷം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ടാറ്റ പഞ്ചിൻ്റെ ലോഞ്ചിൽ ഇരിക്കുമ്പോഴത്തേക്കും ഇത് ബാസിലും ലഭ്യമാണെന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. നമ്മൾ ഞെട്ടിപ്പോയി. ടാറ്റയും ബാസായി. അതുപോലെ തന്നെ മാരുതിയുടെ ഏറ്റവും പുതിയ ആദ്യത്തെ ഈ വിറ്റാര വന്നപ്പോൾ അവരും പറഞ്ഞു ഞങ്ങളും ബാസിലുണ്ട്. അങ്ങനെ ബാസ് ഇപ്പോൾ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെ വാഹനങ്ങളാണ് ഇന്ത്യയിൽ ബാസിൽ കിട്ടുക, അതിൻ്റെ ബാസിൻ്റെ വില, ബാസിൽ വാങ്ങിക്കുമ്പോഴുള്ള വില എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് MG കോമറ്റ് തന്നെ എടുക്കാം, നമ്മുടെ പ്രിയപ്പെട്ട കോമറ്റ്. അപ്പോൾ കോമറ്റ് എന്ന ഈ ചെറു 4.92 ലക്ഷം രൂപ കുറച്ച് ബാസിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. 7.63 ലക്ഷം രൂപയുടെ ബേസ് മോഡലാണ് നിങ്ങൾക്ക് ഈ ഒരു വിലയ്ക്ക്, അതായത് 4.92 ലക്ഷം രൂപ കിട്ടുന്നത്. അപ്പോൾ ഏതാണ്ട് 3,70,000 രൂപ കുറച്ച് നിങ്ങൾക്ക് ഈ ഒരു കോമറ്റ് ബാസ് എന്ന് പറയുന്ന സ്കീമിൽ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ 1 കിലോമീറ്ററിന് 3 രൂപ 20 പൈസ വെച്ച് നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ തുടക്കത്തിൽ ഇത്രയും രൂപ ലാഭം കിട്ടും നിങ്ങൾ വാഹനം വാങ്ങിക്കുമ്പോൾ എന്നുള്ളതാണ് ഇതിൻ്റെ കിണം. ടോപ്പ് എൻഡ് മോഡലിന് കോമറ്റിന് 7.9 ലക്ഷം രൂപ കൊടുത്താൽ അത് നിങ്ങൾക്ക് വാങ്ങിക്കാം. അതിന് എനിക്ക് തോന്നുന്നു 15 ലക്ഷം രൂപയോളം വിലയുള്ള വാഹനമാണ്. എന്നിട്ട് എല്ലാ കിലോമീറ്ററിനും 3 രൂപ 20 പൈസ വെച്ച്. അത് ആര് കണക്കാക്കുമെന്ന് വെച്ചാൽ അതിനൊക്കെയുള്ള യന്ത്രങ്ങൾ ഫിറ്റ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് സാധനം തരുന്നത്. അതുകൊണ്ട് ഉടായ്പ പറ്റിപ്പൊന്നും പറ്റില്ല. അടുത്ത ടാറ്റ പഞ്ച് EV കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തതാണ്, ഏറ്റവും പുതിയ പഞ്ച്. അതിന് 9.69 ലക്ഷം രൂപയാണ് അതിൻ്റെ എൻട്രി ലെവൽ മോഡലിൻ്റെ വില. ഇത് നിങ്ങൾക്ക് ബാസ് എന്ന് പറയുന്ന സ്കീമിൽ 6.49 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കും. അത് ഏതാണ്ട് 3 ലക്ഷം രൂപയോളം കുറവുണ്ട്. എന്നിട്ട് 2 രൂപ 60 പൈസ വെച്ച് കിലോമീറ്ററിന് കൊടുത്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഇത് ആയുഷ്കാലം ഓടിച്ചുകൊണ്ടിരിക്കാം. ഈ ബാറ്ററിയുടെ വില, അതായത് 3 ലക്ഷം രൂപയോളം ബാറ്ററിയുടെ വില അടച്ചു തീരുന്നവരെ ഓരോ കിലോമീറ്ററിനും 2 രൂപ 60 പൈസ വെച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. പക്ഷേ ഒരു വേരിയൻറ്റ് മാത്രമല്ല ടാറ്റ പഞ്ചിനുള്ളതെന്ന് അറിയാമല്ലോ EVക്ക്. പക്ഷേ മറ്റ് വേരിയൻറ്റുകളുടെ ബാസ് വില ടാറ്റ പുറത്തുവിട്ടിട്ടില്ല. ഇനി MG വിൻസറാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് ഈ ഒരു പദ്ധതി വന്നത്. അപ്പോൾ 14 ലക്ഷം രൂപയുടെ ബേസ് മോഡലിന് ബാസ് പദ്ധതിയിൽ 9.99 ലക്ഷം രൂപയാണ് നൽകേണ്ടത്. എന്ന് പറഞ്ഞാൽ ഏകദേശം 4 ലക്ഷം രൂപ കുറവുണ്ട്. പക്ഷേ 1 കിലോമീറ്ററിന് 3 രൂപ 90 പൈസ വെച്ച് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ തുടക്കത്തിൽ 4 ലക്ഷം രൂപ കുറയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ 18.50 ലക്ഷം രൂപയുടെ ടോപ്പ് എൻഡ് മോഡലിന് 13.39 ലക്ഷം രൂപ കൊടുത്താൽ മതി. പക്ഷേ ഇവിടെ പെർ കിലോമീറ്റർ 4.5 രൂപ കൊടുക്കണം. എൻട്രി ലെവൽ മോഡലിൽ കൊടുക്കേണ്ടത് 390 ആണെങ്കിൽ ഇവിടെ 4.5 രൂപ കൊടുക്കണം. അടുത്തത് മാരുതി വിറ്റാര, മാരുതിയുടെ ആദ്യത്തെ മാരുതിയുടെ ആദ്യ ഇലക്ട്രിക് മോഡലായ വിറ്റാരയുടെ 15.99 ലക്ഷം രൂപയുടെ ബേസ് മോഡൽ 10.99 ലക്ഷം രൂപയ്ക്ക്
കിട്ടും. 3.99 രൂപയാണ്. അതിൻ്റെ ബാറ്ററി ഇട്ട വിലയാണെന്ന് തോന്നുന്നു. 3.99 രൂപയാണ്. അത് 4 രൂപയോളാണ് 1 കിലോമീറ്റർ നിങ്ങൾ നൽകേണ്ടി വരുന്നത്. 19.79 ലക്ഷം രൂപയുടെ ടോപ്പ് എൻഡ് മോഡലിന് 14.29 ലക്ഷം രൂപ നൽകിയാൽ മതി. കിലോമീറ്ററിന് 4.39 രൂപ നിങ്ങൾ നൽകണം. അത് 4 രൂപ 30 പൈസ നൽകണം. ഇനി MGയുടെ ZCV ഇപ്പോൾ അത്ര വലിയ കാര്യമായിട്ട് വിൽക്കാത്തൊരു മോഡലാണ്, എങ്കിലും തുടക്കത്തിൽ വലിയ വിൽപ്പന നേടിയ മോഡലുമാണ്. അതിന് 17.99 ലക്ഷം രൂപയാണ് അതിൻ്റെ ബേസ് മോഡലെങ്കിൽ 13 ലക്ഷം രൂപ നൽകിയാൽ മതി. കിലോമീറ്ററിന് 4.5 രൂപ വെച്ച് നൽകുകയും വേണം. അപ്പോൾ 20.25 ലക്ഷം രൂപയുടെ ടോപ്പ് എൻഡ് മോഡലിന് 15.51 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ കിലോമീറ്ററിന് 4.5 രൂപ വെച്ച് നൽകേണ്ടി വരും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് തുടക്കത്തിൽ ഒരു വലിയ ലാഭം അത് കിട്ടുന്നുണ്ടെന്നുള്ളൊരു സത്യമാണ്. എങ്കിലും അതിനുശേഷം നിങ്ങൾ ഓടുന്നതനുസരിച്ച് നിങ്ങൾ ഇത്രയും രൂപ കൊടുക്കുമ്പോൾ ലാഭകരമാണോ എന്നുള്ള കാര്യമാണ് എനിക്കറിയാത്തത്. അതിനെയാണ് ഞാൻ നിങ്ങളുടെയൊക്കെ സഹായം ചോദിച്ചതും. അപ്പോൾ എന്തായാലും അതൊന്ന് കൂട്ടിയും കിഴിച്ചും പറഞ്ഞു തരിക. അപ്പം കണക്കപ്പിള്ളയുടെ വീട്ടിൽ വറക്കലും പൊരിക്കലും കണക്ക് കൂട്ടുമ്പോൾ കരച്ചിലും പിടിച്ചിലും എന്നുള്ള അവസ്ഥയാകരുത് ബാസ് വാങ്ങിക്കുന്നതിൻ്റെ കാര്യത്തിൽ അവസാനം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നന്നായിട്ട് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം ബാസ് പദ്ധതിയിൽ വാഹനം വാങ്ങിക്കാൻ. അപ്പോൾ ഏതാണ്ടൊക്കെ അവസാനിപ്പിക്കാറായെന്ന് തോന്നുന്നു. എങ്കിലും പോപ്പുലർ ഹുണ്ടായെ പറ്റി പറയേണ്ടതുകൊണ്ട് പോപ്പുലർ ഹുണ്ടായി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹുണ്ടായ ഡീലറാണ്. കേരളത്തിലാണ് ആസ്ഥാനം എന്നറിയാമല്ലോ. കേരളത്തിലുടനീളം 35ഓളം സർവീസ് സെൻറ്റേഴ്സും സെയിൽസ് സെൻറ്റേഴ്സും ഒക്കെ പോപ്പുലർ ഹുണ്ടായിക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പുതിയ ഏത് വാഹനം കേരളത്തിൽ ഓടിച്ച് നോക്കണമെങ്കിലും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം വെച്ചൊരു ഏറ്റവും പുതിയ വെന്യൂ, അതുപോലെ ക്രെറ്റയുടെ EV തുടങ്ങിയ ഗംഭീര വാഹനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പിന്നെ പുതിയ ക്രെറ്റ നല്ല ക്രെറ്റയാണല്ലോ ഏറ്റവും പുതിയ. അതടക്കമുള്ള ഏത് വാഹനം ഓടിക്കണമെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചു തരും. ഓടിച്ച് നോക്കുക. ബുക്ക് ചെയ്യാനാണ് തീരുമാനമെങ്കിൽ പറയാം. ബൈജു എന്ന് പറയുന്ന സുന്ദരനായ മനുഷ്യൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സർപ്രൈസ് ഗിഫ്റ്റുകളും ലഭ്യമായ എല്ലാ ഡിസ്കൗണ്ടുകളും ആയിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റം പറയാനുണ്ടോ? കുറ്റം പറയാൻ നമ്മൾ മലയാളികളുടെ എന്തെങ്കിലും അല്പം കുറ്റമൊക്കെ പറയേണ്ടി വരും. അപ്പോൾ കുറ്റം പറയാനും ഏതെങ്കിലും ഹുണ്ടായുടെ കുറ്റമോ പോപ്പുലർ ഹുണ്ടായുടെ കുറ്റമോ അല്ലെങ്കിൽ ഹുണ്ടായുടെ ഗുണമോ പോപ്പുലർ ഹുണ്ടായുടെ ഗുണമോ പറയണമെങ്കിലും ഈ നമ്പറിൽ വിളിക്കാം. നിങ്ങൾ എന്ത് കൺസേണിനും മറുപടി തീർച്ചയായിട്ടും ആ ഒരു നമ്പറിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വാഹനം ഓടിച്ചു നോക്കുന്നതിലുപരി നിങ്ങളുടെ കാര്യങ്ങൾക്കെല്ലാം, അതായത് പോപ്പുലർ ഹുണ്ടായി നിങ്ങൾ തമ്മിലുള്ള ഒരു പാലമാണ് ഈ ഒരു നമ്പർ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ആ നമ്പർ സൂക്ഷിച്ച് വയ്ക്കുക. എന്നിട്ട് ഹുണ്ടായിട്ട് ബന്ധപ്പെട്ട എന്താവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇനി എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് ചോദിച്ചാൽ 2 തരത്തിലേക്ക്. ഒന്ന് baijuannair@gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അയക്കാം. baijuannair ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം. അതുപോലെ baijuannair അത് ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം. കൂടാതെ ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം. തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അവസാനിപ്പിക്കാം. വീഡിയോ ഉണ്ടല്ലോ. നന്ദി. ബൈ.